നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 24-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 11-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അനിഴം നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രമാണ്. ശുഭദിനമാണ് വെള്ളിയാഴ്ച. രണ്ടുമായിട്ട് വളരെ അനുകൂലപ്രദമായ ദിവസമാണ് ഇന്ന്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്ത് കാര്യത്തിന് വേണോ നമുക്ക് പോവാം. ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ നമുക്കിന്നൊന്നും അറച്ചു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ദിവസമല്ല. ഇന്ന് മകരമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ള അനിഴ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ഭാഗ്യദായകമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. ഭാഗ്യത്തെ തരുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതിയെ തരുന്ന ഒരു വർഷമാണ്. അപ്പോൾ പലതരത്തിലുള്ള പുരോഗതിയും ഉയർച്ചയും ഉന്നതിയെയും പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരുന്നത്. പ്രത്യേകിച്ച് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, അതുപോലെ വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ പ്രോബ്ലംസുമായിട്ട് നിൽക്കുന്നവർക്ക് അതൊക്കെ പരിഹരിക്കപ്പെടും. ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് നിൽക്കുന്നവർ, ജോലി ഭാഗം കൊണ്ടോ ദൂരോട്ട് മാറി നിൽക്കുന്നവർക്ക് ഭാര്യയും ഭർത്താവും ചേർന്ന് നിൽക്കാൻ അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും. അതുപോലെ കുടുംബത്തിൽ മക്കളുടെ മംഗല്യമൊക്കെ നടത്തി കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന അനിഴ നക്ഷത്രക്കാർക്ക് ഈ ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളുടെയൊക്കെ വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഈ ഫലങ്ങൾ നമുക്ക് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടി നമുക്ക് ദേവിയെ പ്രീതിപ്പെടുത്തണം. പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ നടത്തി ദേവിയെ പ്രീതിപ്പെടുത്തി ദോഷത്തിൻ്റെ കാഠിന്യം കുറച്ച് മുന്നോട്ട് പോകണം. അതുപോലെ ഇന്ന് ദിവസവും നമുക്ക് നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യങ്ങൾക്ക് കൊള്ളാം. പക്ഷേ നിങ്ങൾ ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. രാഹുകാലം കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് 9, ശരിക്ക് ഇന്ന് രാഹുകാല സമയം പറഞ്ഞത് 10:30 മണി മുതൽ 12 മണി വരെ നീട്ടിട്ടുണ്ട്. 11 മണി 10 മിനിറ്റ് തൊട്ട് രാഹുകാലം ആരംഭിക്കുന്നതേ ഉള്ളൂ. 12:37 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാലവും ഗുളികകാലവും. അതിലിന്ന് ഗുളികകാല സമയം വരുന്നത് 8:17 തൊട്ട് 9:44 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 3:30 തൊട്ട് 4:56 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. നല്ല ദിവസമൊന്നും നല്ല സമയമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും. അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഏറ്റവും ശുഭപ്രദമായ സമയം. കൊള്ളാത്ത ദിവസം പോലും ആ സമയം കൊള്ളാം. അപ്പം നല്ല ദിവസമാണെങ്കിൽ പറയാൻ പോണ്ട, ഇരട്ടി മധുരത്തെ തരും എന്ന് പറയും പോലെയാണ്. 12:13 തൊട്ട് 1 മണി 1 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമാണ്. എല്ലാ കാര്യങ്ങൾക്കും നേട്ടത്തെ കൊടുക്കുന്ന സമയമാണ്. ഐശ്വര്യപ്രദമായ അവസ്ഥാവിശേഷം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അപ്പോൾ വളരെ പുരോഗതിയും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന കാലയളവാണ് ഈ സമയം. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്ന വരുന്ന ശുഭ ദിവസമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാമെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഇറങ്ങുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളർ മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര തിരിക്കണം. അത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂട്ടാനും നമ്മൾ പോകുന്നിടത്ത് കുറച്ചുകൂടി ഷൈൻ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കപ്പെടാനും ഒക്കെ സഹായിക്കും. ആ വസ്ത്രം നമുക്ക് എനർജി പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളിലേക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.